ഇന്ന് നമ്മളെല്ലാരും കൂടെ ആപ്പിൾബീസിലാണ് വന്നത്. അമ്മയുണ്ടായിരുന്നു. അമ്മയും, കുഞ്ഞുവാവയും, ഞാനും, മൈൽസും. എനിക്കും അമ്മയ്ക്കും സീ ഫുഡേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാനും അമ്മയും ഇറച്ചിക്ക് നോമ്പാ. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഷ്രിംപ് ബൗൾ എന്ന് പറഞ്ഞിട്ടൊരിത് കണ്ടു. അതിനകത്ത് ഇങ്ങനെ സോസേജ് ഉണ്ട്. അപ്പം ഞാൻ സോസേജ് ഇല്ലാതെ ഓർഡർ ചെയ്തു. ഇതായിരുന്നു ഞങ്ങളുടെ അപ്പറ്റൈസർ. അപ്പോൾ ദാണ്ടേ എൻ്റെ ഷ്രിംപ് ബൗള് സോസേജ് ഇല്ലാതെ. നല്ലായിരുന്നു കേട്ടോ. ഇതാ അമ്മ ഓർഡർ ചെയ്തത്. സാൽമണും മാഷ് പൊട്ടാറ്റോയും ബ്രോക്കോളിയും. മൈൽസ് പിന്നെ അവൻ എപ്പോഴും ഓർഡർ ചെയ്യാറുള്ള പോലെ റിബ്സ് ആയിരുന്നു ഓർഡർ ചെയ്തത്. ഞങ്ങളതൊക്കെ കഴിച്ച് വയറ് നിറച്ച് നല്ല സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വാൾമാർട്ടിൽ പോയപ്പോൾ ഇതുണ്ട് ഈസ്റ്ററിൻ്റെ ഈ ഈസ്റ്റർ ബാസ്ക്കറ്റുകൾ. ഇവിടെ ക്രിസ്മസ്, വാലന്റൈൻസ് ഡേ എന്തും ആയിക്കോട്ടെ, ജൂലൈ 4th ആ സമയമാവുമ്പത്തേന് അയ്യോ എന്തോരം സാധനങ്ങളാന്നറിയാമോ? ഇപ്പൊ ദാണ്ടെ ഈസ്റ്ററിന്റെ എന്നാ ബണ്ണിയുടെ ഫേസ് ഉള്ളത്, അതിന്റെ മുട്ട, അതിന്റെ അയ്യോ പറയണ്ട. എന്തൊക്കെ സാധനങ്ങളാന്നറിയാവോ? ഏഹ് ഇവിടെ നല്ല രസാട്ടോ. ഈ മുട്ട ഇങ്ങനെ ഇവിടെ പാർക്കിലും മാളിലും ഒക്കെ ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടി സ്പെഷ്യൽ ഇങ്ങനെ പാർട്ടിയല്ല, ഇങ്ങനെ ഫങ്ഷൻ എന്താ പറയാ? അപ്പൊ പിള്ളാരെം കൊണ്ട് വരുമ്പോ ഇതുപോലെ മുട്ടയ്ക്കകത്ത് മിഠായി വെച്ചിട്ട് അവര് ഒളിപ്പിച്ചു വെക്കും. അപ്പൊ ഈ കുഞ്ഞു പിള്ളാരിങ്ങനെ ബാസ്ക്കറ്റും പിടിച്ചോണ്ട് ഈ മുട്ടയെല്ലാം കണ്ടുപിടിച്ച് അവരുടെ ബക്കറ്റിൽ ഇട്ടോണ്ട് വരും. നല്ല രസാ അത് കാണാനായിട്ട്. മൈൽസിന്റെ പണ്ടത്തെ ഫോട്ടോ ഒക്കെ എന്നെ അമ്മൂമ്മ കാണിച്ചിട്ടുണ്ട്. നല്ല രസാ അത് കാണാനൊക്കെ ആയിട്ട്. അപ്പൊ ഇപ്പൊ ആണെങ്കി പിന്നെ അതിന്റെ ഭയങ്കര വെറൈറ്റി ബാസ്ക്കറ്റുകള് അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ ഇത് ഈ തയ്ക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അയല കേട്ടോ. ഞാൻ പിന്നെ ഇത് കണ്ടപ്പോ എനിക്ക് നല്ല കൗതുകം തോന്നി. ഞാൻ എപ്പഴും പോകുമ്പോ ഇതിലേ നോക്കും കേട്ടോ. പക്ഷെ തയ്ക്കുന്ന എന്റെ മേഖലയല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്തിട്ട് പോവും. പിന്നെ കോഫി. ഏത് തരം കോഫി ലവർ ആണേലും ഇവിടെ കിട്ടാത്ത പൗഡർ ഒന്നുമില്ല. ലൈക്ക് ഈവൻ സ്റ്റാർബക്സ്, അങ്ങനെ എന്താ പറയാ, ഡങ്കിൻ ഡോണറ്റ്സ് അവിടുത്തെ എല്ലാം ഉണ്ട്. എല്ലാ തരം കോഫിയുടെയും ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു "ഇപ്പൊ നമുക്ക് ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങിക്കാന്ന്." അപ്പം മൈൽസ് പറഞ്ഞു "അതിനെന്താ വാങ്ങിച്ചോളാൻ" പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തും കണ്ടു. ഇത് കണ്ടോ എന്തോരം സാധനങ്ങളാ! ഇതൊക്കെ ആരാ വാങ്ങിക്കുന്നെ? ആഹ് പക്ഷെ നല്ല രസമുണ്ട്. പിന്നെ ഈ സ്റ്റഫ്ഡ് ആനിമൽ ഒക്കെ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഇഷ്ടാട്ടോ. ഇപ്പം വീട്ടിൽ സ്റ്റഫ്ഡ് ആനിമൽ കൊണ്ട് ഇരിക്കണ്ട. അത് പിന്നെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ഇത് മുഴുവൻ വീട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നല്ല ഭംഗി എനിക്ക് തോന്നി. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഞാനും മൈൽസും കൂടെ ഒന്ന് നടക്കാനൊക്കെ പോയി. നല്ലായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്.